ആരും ഒരു റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് അല്ല. എന്നുവെച്ചാൽ ഇപ്പം ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. കാരണം പണ്ട് എന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൊതുവെ ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാവുക. പക്ഷെ ഇപ്പൊ ഡയറക്റ്റ് തന്നെ പറയാ എനിക്ക് നീ ഓക്കെ അല്ല. അതല്ല ഇപ്പൊ പറയുകയാണെങ്കിൽ ചോദിക്കുമ്പോ അവനക്കാണെങ്കിൽ ഉള്ള സമയത്ത് തന്നെ വേറെയും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബ്രേക്കപ്പ് സ്റ്റോറീസ് ഇപ്പൊ കേൾക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഒരാളിൽ മാത്രം ഒതുങ്ങാണ്ട് വേറൊരു മറ്റൊരു റിലേഷൻഷിപ്പിനൊക്കെ ഇപ്പൊ ആളുകൾ ഒട്ടും വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അധികം ആളുകൾക്ക് ഇത് എന്താ പറയാ കല്യാണം വരെയുള്ള ഒരു ടൈം പാസ് അല്ലെ. ശരിക്കും നമ്മൾ തമ്മിലെ ഒരു രണ്ടാളുകൾ തമ്മിൽ പ്രണയത്തിലാണെങ്കിൽ അവരുടെ തന്നെ ഒരു ചാറ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ഒക്കെ ആയി കഴിയുമ്പോഴാണ് നമ്മൾ പഴയ ചാറ്റുകൾ സ്ക്രോൾ ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം മിക്കവാറും നമ്മൾ ചോദിച്ചതിനുള്ള മറുപടി മാത്രമായിരിക്കും ആ തേച്ച ആൾ ഇട്ടിട്ടുണ്ടായിരിക്കും. എപ്പോഴും ബ്രേക്കപ്പ് ആകുമ്പോഴാണ് നമ്മൾ പഴയ ചാറ്റ് എടുത്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് റിപ്ലൈകൾ മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. അല്ലാതെ അവരെ എഫേർട്ട് എടുത്തിട്ട് നീ കഴിച്ചോ, നീ കുളിച്ചോ, നീ ഓക്കെ ആണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ റെയർ ആയിരിക്കും അവരുടെ ഭാഗത്തുനിന്ന്. അതാണ് ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂസിനും പറയുന്നതാണ്, റിലേഷൻഷിപ്പില് പ്രണയത്തില് ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ പ്രണയമുള്ളൂ, മറ്റേ ആൾ പ്രണയം അഭിനയിക്കുന്ന ആൾ മാത്രം.